എനിക്ക് എൻ്റെ മക്കള് 2 കുഞ്ഞുങ്ങളെയും എൻ്റെ അനിയനെയും എൻ്റെ നൈസ ഇവര് 4 ജീവൻ എനിക്ക് തിരിച്ചു പിടിച്ചേ പറ്റത്തുള്ളൂ. ഞാൻ ഒരുപാട് പ്രാവശ്യം ഓർത്ത് ആത്മഹത്യ. കാരണം എനിക്ക് എൻ്റെ ഫാമിലി തന്നെ ഓൾറെഡി വീട്ടിൽ നിന്ന് എല്ലാവരും, കാരണം എൻ്റെ ഫാമിലി എന്ന് വെച്ചാൽ ഞാൻ ആരുടെ പ്രശ്നത്തിലും എൻ്റെ ബന്ധുക്കാരുടെയും നാട്ടുകാരുടെ എല്ലാം പ്രശ്നത്തിനുണ്ടാക്കും. എൻ്റെ മാമന്മാരുടെ എല്ലാവരുടെയും കാര്യത്തിൽ ഞാൻ അവരൊക്കെ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നു. എല്ലാവരും എന്നെ അതേ കണക്കെന്ന് വെച്ചാൽ ആരുടെ കാര്യത്തിലും ഒരു ഇടനിലക്കാരൻ അല്ല ഒരു മധ്യസ്ഥൻ ചർച്ചയ്ക്ക് എന്നെ കൊണ്ടുപോയി എല്ലാം കൊച്ചിയിലോട്ട് നമ്മൾ അത്ര നല്ല ഇതായിരുന്നു. പക്ഷേ ഈ ഒരു സംഭവം വന്നപ്പോഴത്തേക്കും അവർക്കൊന്നും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാവരും എൻ്റെ അമ്മാവന്മാരെ പോലെ ഉപദേശിച്ചുകൊണ്ടിരുന്ന ഞാൻ എങ്ങനെ ഇത് വന്ന് പെട്ടെന്ന് ഒരു അവസ്ഥയില്ല. അപ്പം അനിയ ഓൾറെഡി എൻ്റെ വീട്ടിൽ നിന്ന് കുടുംബ വീട്ടിലാണ് താമസിച്ചിട്ടുള്ളത്. എൻ്റെ വീട്ടിൽ നിന്ന് കുട്ടികളെയും കൊണ്ട് ഇവള് പോയി. എനിക്കിപ്പോൾ പിന്നെ നമുക്ക് പണ്ട് ഞാൻ എൻ്റെ കുഞ്ഞിലെ തൊട്ട് ഞാൻ നടന്നുകൊണ്ടിരുന്നതാണ് അനീഷയുടെ വീടിൻ്റെ വാതിക്കെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും. ആ വഴി എനിക്ക് റെസ്ട്രിക്റ്റഡായി. എനിക്ക് ആ വഴിയിൽ കയറാൻ പറ്റത്തില്ല. എൻ്റെ ഫ്രണ്ട്സ് കൊണ്ട് എൻ്റെ ചൈൽഡ്ഹുഡ് മൊത്തം നടന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. പിന്നെ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. എനിക്ക് പിന്നെ അനിയായിട്ട് സംസാരിക്കാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. ഈ ഒരു പ്രശ്നം ഇത്ര ഒന്നല്ലെങ്കിൽ ഇവള് അല്ലെങ്കിൽ ഇവള് ഇങ്ങനെ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ഇങ്ങനെ പറയുന്നൊരു സാഹചര്യം. എനിക്കപ്പോൾ ഇവരെ എല്ലാവരും കൂടെ ചേർത്ത് പിടിക്കാതെ വേറെ ഒരു മാർഗ്ഗമില്ല. അങ്ങനെയാണ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് പോയത്. അതൊക്കെ ഫസ്റ്റ് ടൈം ആദ്യത്തെ വഴക്കല്ലോ. അപ്പൊ നമ്മുടെ സിനിമയിലെ കണക്ക് ഞാനൊരു വണ്ടിയിൽ പോകുന്നു, അനി എത്രയോ കിലോമീറ്ററോളം എന്റെ വണ്ടിയിൽ വേറെ ബൈക്കിൽ എന്റെ പുറകെ വന്നു. ഇപ്പൊ ശരണ്യ പറയുന്ന ഈ ചങ്ങനാശ്ശേരി ഇല്ലേ, ആ റോഡുകളിൽ പോലും ഇവളെന്റെ കുറെ മണിക്കൂറുകളുള്ള എന്റെ പുറകിൽ വന്ന്. പിന്നെ നമ്മള് ബോയ്സ് നമ്മള് ആ ഒരു ഭയങ്കര ചൂടാ. അങ്ങനെ ചൂടല്ല, എനിക്കൊക്കെ ദേഷ്യം അത് കുറച്ച് മാറുകയും ചെയ്യും. എനിക്ക് പോയപ്പോ എനിക്ക് പേടിയോ പടച്ചൊരിക്ക എന്തെങ്കിലും പറ്റുമോ, നമുക്കൊരു ആവലാതില്ല ജീവനോടെ അങ്ങനെ ഇക്കയുടെ പുറകെ ഒരു ചങ്ങനാശ്ശേരി അപ്പുറം വരെ വെച്ചു. പിന്നെ ഒരു ബ്ലോക്ക് ട്രാഫിക് സിഗ്നൽ വന്നപ്പോഴത്തേക്ക് ഇക്ക അപ്പുറത്ത് പോയപ്പോ ഞാൻ ഇപ്പുറത്ത് പോയിപ്പോയി. അങ്ങനെ കുറച്ച് എനിക്ക് ഞാൻ പോകുന്ന ബുള്ളറ്റിൽ എന്റെ വണ്ടിയിൽ അപ്പൊ അതിന് ഭയങ്കര സൗണ്ട് ഒക്കെ ഉണ്ട് ആ സമയത്ത്. അപ്പം അനിയ ആ സൗണ്ട് വെച്ചിട്ടാണ് പുറകെ വരുന്നത്. ഞാൻ ഒരുപാട് ദൂരം പോയി. അനിയാക്കുമ്പോ പുതിയൊരു ആക്റ്റീവ് മേടിച്ചല്ലോ. അപ്പൊ അതിലിങ്ങനെ പുറകെ വന്നിട്ട് ഞാൻ ഇവിടെ കുറെ ആള് കഷ്ടപ്പെട്ടു. ഞാൻ തോട്ടപ്പള്ളിയിൽ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ അവന്മാരെ വിളിച്ച്, പാർട്ടിക്കാർ തന്നെയാണ്, അവരെ വിളിച്ച് ഞാൻ അവിടെ പോയിട്ട് സേഫ് ആയിട്ട് എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് അവിടെ ഇരിക്കുക. അപ്പൊ ഞാൻ ഇവിടെ ഒന്നും അറിയുന്നില്ല. ഇത് ഫസ്റ്റ് ടൈം ആദ്യത്തെ പ്രാവശ്യം അങ്ങനെ എന്നെ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആള് പരാതി കൊടുത്തു വനിതാ സെല്ലിൽ. അപ്പൊ ലാസ്റ്റ് എന്തായാലും എനിക്കറിയാം അവിടെ ചെന്ന് അവരെന്നെ പൊളിച്ച്. സാധാരണ വനിതാസില് നമ്മൾ എന്തിനാ ചെല്ലുന്നത്, നമുക്കൊരു നീതിക്ക് വേണ്ടിട്ടല്ലേ. അവരെല്ലാം പറയും എന്നതല്ലേ എന്നെ കൊണ്ട് കൊള്ളാഞ്ഞിട്ട്. ആ ഒരു വിഷമം ആൾക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ കരയുമ്പോ എല്ലാം ഇങ്ങനെ പറഞ്ഞു, എനിക്ക് നീതി കിട്ടിയില്ല, എനിക്ക് ഇക്കാട് നീതി കിട്ടിയില്ല, എനിക്ക് ഗവൺമെന്റിൽ നിന്ന് നീതി കിട്ടില്ല. അതുകൊണ്ട് അതേ കാര്യങ്ങൾ അവരോട് കാര്യം പറഞ്ഞപ്പോ അവർ ഓക്കെ പരാതിയൊക്കെ എഴുതി വെച്ച്. ഞാൻ പറഞ്ഞു ഇന്നപ്പോ ഇക്കാടെ ഫോൺ സ്വിച്ച് ഓഫ്, എനിക്ക് എപ്പോ ഫോൺ ഓൺ ചെയ്യുന്നത് അന്നേരം റേഞ്ച് നോക്കി അന്നേരം ആള് ഇതാക്കുന്നത് വിളിക്കും. പിന്നെ അത് കഴിഞ്ഞ് വൈകിട്ടല്ലേ പറഞ്ഞ ആളെ കിട്ടി ഇന്ന സ്ഥലത്തോണ്ട് വാന്ന് പറഞ്ഞു. അവിടെ ചെന്നൊരു എനിക്ക് ആരെ പേര് മേഡം വിളിച്ചിട്ട് പറഞ്ഞു, എടോ എന്താ നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത്. സംസാരിച്ച് ഞാൻ സംസാരിച്ച് അപ്പൊ തന്റെ കയ്യിലാ കുറ്റം, താനൊന്നും നടന്നു. അപ്പൊ അവരാരും നൈസയുടെ കാര്യം അറിഞ്ഞിട്ടില്ല, അന്യായം പറഞ്ഞില്ല, എന്നെ മിസ്സിംഗ് ആണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഞങ്ങൾ തമ്മിലുള്ള വഴക്ക് പറഞ്ഞുള്ളൂ. ഞാൻ രക്ഷപ്പെടാനായിട്ട് നമ്മൾ അന്ന് സംസാരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ സംസാരിച്ച് നമ്മൾ ഓൾറെഡി സ്റ്റേഷനിലൊക്കെ വിളിച്ച് പറയിച്ചിട്ടാണ് പോയത്. അപ്പം അവരെല്ലാരും കൂടെ അനിയനെ ഇട്ട് ചാടിച്ചു ഭയങ്കരമായിട്ട്. മറ്റേ എണ്ണയിലിട്ട് വറുത്ത് മൊത്തം എനിക്ക് ഭയങ്കര സാമർത്ഥ്യമാണ്, എന്നെ കൊണ്ട് കൊള്ളാഞ്ഞിട്ടാണ്, താൻ എന്തിനാ അതിന് മാത്രം വർത്താനോട് ഞാൻ പറഞ്ഞു ഞാൻ എന്ത് ചെയ്ത് വഴക്കിട്ട് ഞാൻ ഇക്കാനെ കാണുന്നില്ലല്ലോ പറഞ്ഞു. അവര് പറഞ്ഞു തനിക്ക് അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ വേണ്ടി ജീവിക്കാം, അല്ലെങ്കിൽ എന്നെ ഡൈവേഴ്സ് ചെയ്ത് പൊയ്ക്കോളാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു എനിക്ക് നീതിക്ക് വന്നിട്ട് നിങ്ങൾ എന്താ പറയുന്നത്. അന്നും നൈസയുടെ ഒരു കാര്യം പോലും സ്റ്റേഷനിൽ എഴുതി കൊടുത്തില്ല. എനിക്ക് കൗൺസിലിങ്ങിന് എഴുതി തന്നു. ഞാൻ പറഞ്ഞു എനിക്ക് എന്താ പ്രശ്നം, എനിക്ക് കൗൺസിലിംഗ് കൊടുക്കണോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് എന്താ പ്രശ്നം, ഞാൻ പറഞ്ഞു ഞാൻ എന്റെ ഉള്ള കാര്യമോ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് എനിക്ക് എന്താ ഫ്രസ്ട്രേഷൻ ആണ്, എനിക്ക് എന്താ പ്രശ്നമാണ്, അതുകൊണ്ട് അനങ്ങാൻ പോലും സമ്മതിക്കാത്ത രീതിയിൽ ഞാൻ പൂട്ടി വെച്ചിരിക്കുന്നതാണ്. എനിക്ക് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. എനിക്ക് കൗൺസിലിംഗ് 2-3 കൗൺസിലിംഗ് ആകുമ്പോഴത്തെ അപ്പൊ ഞാൻ ചോദിച്ചാൽ എനിക്ക് ഞാൻ വിളിച്ചു പറഞ്ഞ ആൾക്കാരെല്ലാം എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സ്റ്റേഷനിൽ പറഞ്ഞു. കാരണം അവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ എന്തായാലും ഇങ്ങനെ ഒരു കാര്യത്തിൽ പോകത്തില്ല എന്ന്. എന്നെ കൊച്ചിയിലോട്ട് അറിയാവുന്ന എല്ലാവരും പറഞ്ഞു അങ്ങനെ ഒരു കാര്യത്തിൽ പോയില്ല. അപ്പൊ അവരാരും ഇതിനെക്കുറിച്ച് ആരും അറിഞ്ഞിട്ടില്ല, ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞതുമില്ല. അപ്പൊ അവരെല്ലാരും കൂടെ അനിയാനെ ഭയങ്കരമായിട്ട് പഠിപ്പിച്ചു. അപ്പൊ ആൾക്കാരൊന്നും സഹിക്കാൻ പറ്റാത്ത വേദന, ശ്വാസം വിടാൻ സംഭവിക്കുന്നത് അങ്ങനെയൊക്കെ. ഞാൻ പറഞ്ഞു എനിക്ക് കൗൺസിലിംഗ്, അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വേറെ തനിക്ക് വട്ടെന്നല്ല പറഞ്ഞത്, തനിക്ക് കുറച്ച് കൗൺസിലിംഗ് ആവശ്യമുണ്ട്. മെമ്മറി കയ്യിന്ന് പോയി. നമ്മുടെ ആ സമയത്ത് ഒരു വെപ്രാളത്തിലില്ല, നമ്മൾ എന്തൊക്കെയാ പറയുന്നത്, എന്തൊക്കെയാ എനിക്ക് ഭ്രാന്തം. നമ്മുടെ ആ ഒരു മനസ്സിന് വിഷമം പറയുന്ന അതിന് അവരെല്ലാം 2 കൗൺസിലിംഗ് നടത്തി, 2 എന്തായാലും ഒരെണ്ണം കൂടെ നടത്തും, അപ്പോഴത്തേക്ക് റെഡിയാവും എന്ന് പറഞ്ഞു. ഞാൻ അപ്പൊ തന്നെ എനിക്ക് വട്ടേപ്പ്, ഞാൻ അവിടെ കുത്തിയത് കരയാൻ വേണ്ടിയില്ല. പറഞ്ഞു ഇതാ എന്റെ പ്രശ്നം, താൻ എന്റെ ഭർത്താവിന് വിട്ടുകൊടുക്കും. പ്രശ്നം പറയാനും പറ്റത്തില്ല. എന്നിട്ട് പിന്നീട് ഇവര് എങ്ങനെയാണ് നൈസനെ വിളിച്ചു കൊണ്ടുവരുമായിരുന്നു. അന്ന് നമ്മള് ഇതെല്ലാം പറഞ്ഞു അനിയ വീട്ടിൽ പോയി. പിന്നെ ഫാമിലിയിലെ കുറച്ച് നമ്മുടെ അങ്കിളും കുറച്ച് എല്ലാരും കൊണ്ട് സംസാരിച്ച്
പിന്നെ അനിയ തിരിച്ച് വീട്ടിലോട്ടൊക്കെ വന്ന് അപ്പോൾ അനിയ ഒരു ഭയങ്കര ഇതാണ്, ഭയങ്കര ആള് പക്കാണ്, ഭയങ്കര ഇപ്പം നമ്മൾ എന്താ പറയുക, കറക്റ്റ് പറഞ്ഞാൽ ഒരു പോലീസിലല്ല അഡ്വക്കേറ്റ് ഒക്കെ കണ്ടിരുന്നു. ഭയങ്കര കുബുദ്ധി എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്തെങ്കിലും ഒരു കാര്യം കണ്ടാൽ അത് ചെകഞ്ഞെടുക്കും. കാരണം നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ തന്നെ എന്റെ കുറെ കൂട്ടന്മാരെ ലൈനും കാര്യങ്ങളും ലൈനുകളാ പൊട്ടിച്ചത്. അവന്മാർക്ക് ആ ഒരു ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയല്ല, ഒരു ലൈനുള്ളപ്പോ അടുത്ത ലൈൻ അടിക്കാൻ വേണ്ടി പോകുമ്പോൾ അത് പൊട്ടിച്ചിട്ട് അങ്ങനെ ഒരു ലൈനൊന്നും ഞാൻ പൊട്ടിച്ചിട്ടില്ല. അപ്പൊ എന്റെ ഫോൺ ആള് പക്കായിട്ട് ട്രാപ്പ് ചെയ്ത്. അപ്പൊ ഞാനത് അറിയുന്നില്ല. ഞാൻ നമ്മുടെ ഒരു ന്യൂ ഇയറിന് അന്ന് എനിക്കിത് 2022 ഡിസംബർ 31 തോന്നുന്നു. അവൻ ബീച്ചിലെല്ലാം പോയി കൂട്ടുകാരന്മാരൊക്കെ ആയിട്ടെല്ലാം വന്ന് നമ്മൾ വീട്ടിൽ കിടന്ന് തുടങ്ങി. ഇവളെന്റെ ഫോണിൽ എന്റെ തമ്പുനയിൽ വെച്ചിട്ട് എന്റെ ഫോൺ ഓപ്പൺ ചെയ്ത് അതിൽ ഫുള്ള് ഹാക്ക് ചെയ്ത്. പ്രശ്നമായപ്പോഴത്തേക്ക് ലോക്ക് എല്ലാം മാറ്റി മൊത്തം എനിക്കറിയുന്ന ലോക്ക് അല്ലെ മുന്നിക്കുന്ന ഫോൺ എന്നെ തന്നെയായിരുന്നു. ലോക്ക് ഇതെല്ലാം മാറ്റി ഇതാക്കിയിട്ട് അപ്പൊ ആദ്യം പയ്യൊന്ന് വെച്ച് നോക്കിയപ്പോഴത്തേക്ക് ഒഴിക്കായിരുന്നു. കുറെ ഇതിന് ഉറങ്ങി ക്ഷമയോടെ കാത്തിരുന്നിട്ട് പയ്യ ഇതാക്കിയത്. അതെന്റെ അന്ന് ഫിംഗർ ഇട്ടിരിക്കുന്നത് എന്റെ തമ്പനയിൽ വെച്ച് തന്നെ ഫോട്ടോ ഇതെല്ലാം മാറ്റി. എന്നിട്ട് ആള് ഞാൻ എവിടെ പോകുന്ന എന്താന്നുള്ള കാര്യങ്ങളെല്ലാം ഇവർക്ക് പക്കണ്ട് 2 വൈകിട്ട് ചോദിക്കും. അല്ലെ പോകുമ്പോൾ ചോദിക്കും ഇപ്പൊ എവിടെയെങ്കിലും. അപ്പൊ ഞാൻ പറയാം ഞാൻ വെള്ളക്കിണ്ടിരിക്കും അടി ഫുഡ് മേടിക്കാൻ. അതിലും വലിയ ഇതിലൊക്കെ നമ്മൾ ഈ കൊച്ചു കാര്യങ്ങളായിട്ട് അത് ബുദ്ധിയുടെ അല്ല, ആക്ച്വലി ഞാൻ പറഞ്ഞില്ല, അത് നമ്മളുടെ ഒരു പ്രിയപ്പെട്ട വസ്തു നഷ്ടപ്പെട്ടു നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ എല്ലാ പ്രിക്കോഷൻസും, അതായത് ഒരു അമ്മമാര് കുഞ്ഞിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകും. അതുപോലെയാണ് ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത്.